ഗീതു മോഹൻദാസിൻ്റെ ടോക്സിക്, യഷിൻ്റെ ടോക്സിക് തിയേറ്ററിൽ പോയി കണ്ടു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് വന്നപ്പോൾ ഏരീസിൽ നിന്ന് ഇറങ്ങിക്കിട്ടാൻ ഇച്ചിരി പാടാണ് കാറിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ബ്ലോക്കിൽ കിടന്ന സമയത്ത് ഞാനൊരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് വീഡിയോ ചെയ്യണം. വെടിവെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടംപോലെ വെടിവെപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു വെടിവെപ്പ് പോലും നയനാനന്ദകരമായിട്ടോ മനസ്സിനൊരു ഞാനൊരു സംഭവം കണ്ടു എന്ന് പറയുന്ന പോലത്തെ ഒരു കുളിര് നൽകുന്നതോ ആയിട്ടുണ്ടായിരുന്നില്ല. വെടിവെപ്പ് മാത്രമല്ല, കത്തിക്കുത്ത്, വെട്ടിക്കൊല, കൈവെട്ടിക്കളി, പിന്നെ ഒരു മൊത്തത്തിലുള്ള കൈവിട്ട കളി, ഇതൊന്നും തന്നെ ഒന്നും എവിടെയും ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്യിപ്പിക്കാതെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ കൊള്ളാം, ഇതിനകത്തൊരു സാധനം ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു ചെറിയ തോന്നൽ തന്നിട്ട് അവസാനിച്ച് ഷും എന്ന് പറഞ്ഞ് ചീറ്റിപ്പോയ ഒരു സിനിമ അനുഭവമാണ് എന്നെ സംബന്ധിച്ച് ടോക്സിക്. 3-3.5 മണിക്കൂറിനടുത്ത് സിനിമയുണ്ട്. സിനിമയുടെ അവസാനം ആകുമ്പോഴേക്കും കൊള്ളാം, ഇതിനകത്തൊരു ഇന്ത്യൻ സ്പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മളൊന്ന് ഫീൽ ചെയ്ത് വരുമ്പോഴേക്കും ഈ ഇത്രയും സിനിമ കണ്ട് തീർത്തതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ, ആ ഒരൊറ്റ കാര്യം കൊണ്ട് നമ്മുടെ ഓണം ടോക്സിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിനിമ വളരെ സിമ്പിളാണ്. ഒരു രായംകുണ്ട ഉണ്ടായിരുന്നു, മകനൊരു സൈക്കോ ഉണ്ടായിരുന്നു, പിന്നെ ഇവരുടെ ജീവിതത്തിലെ കുറേ സ്ത്രീകളുണ്ട്. ഈ ഓണത്തിന് ഈ ക്ലാഷായിട്ട് നിവിൻ പോളിയുടെ സിനിമയുണ്ട്, പൃഥ്വിരാജിൻ്റെ സിനിമയുണ്ട്, പിന്നെ രവി തേജയുടെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് യഷിൻ്റെ ഈ സിനിമ വരുന്നത്. സംവിധാനം ചെയ്യുന്നത് ഗീതു മോഹൻദാസും. നിവിൻ പോളിയുടെ കരിയറിൽ വലിയ ഹിറ്റാവാതെ പോയാൽ, പക്ഷേ പുള്ളിയുടെ പെർഫോമൻസും ഗീതു മോഹൻദാസിൻ്റെ സംവിധാനമൊക്കെ കൊണ്ട് ഒരു മികച്ച സിനിമയായിരുന്നു മൂത്തോൻ. പക്ഷേ അത് തിയേറ്ററിൽ പൊളിഞ്ഞു. എന്തായാലും നിവിൻ പോളിയുടെ ഒരു ഹിറ്റ് സിനിമ വരുന്ന സമയത്ത് അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ, ആ വിജയത്തിളക്കത്തിനൊരു കുറവ് ഉണ്ടാക്കാത്ത രീതിയിൽ മൂത്തോൻ എടുത്ത ഗീതു മോഹൻദാസ് ഒരുപാട് മൂത്തുപോയ ഒരുത്തൻ്റെ കഥയുമായിട്ടാണ് തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നത്. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ സെയിം ഓൾഡ് ഗുണ്ട് കഥ തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. KGF ശേഷം, അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ KGF ശേഷം വ്യാപകമായിട്ട് അരച്ചരച്ച് എണ്ണ മുഴുവൻ ഊറ്റിയെടുത്ത ഒരു പിണ്ണാക്ക് കഥ. അതിൽ നിന്ന് ഇനിയും എണ്ണ ഊറ്റാൻ പറ്റുമെന്ന് പറയുന്ന പ്രതീക്ഷയിൽ ഒരു കഥ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവിടെ ഗീതു മോഹൻദാസിന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒരു കാര്യത്തിനെ വളരെ രസമായിട്ട് അവതരിപ്പിക്കാനുണ്ടായിരുന്നു. പക്ഷേ അതിന് ഇത്രയും വലിപ്പിക്കണ്ടായിരുന്നു. സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് രായൻ്റെ പാസ്റ്റാണ്. അതൊരു തള്ളുമാലയാണ്. തള്ളാൻ വേണ്ടി വേറെ ആൾക്കാരൊന്നും വേണ്ട, എൻ്റെ മോൻ തന്നെ മതി എന്ന് പറഞ്ഞ് രായൻ്റെ മോൻ, മറ്റേ സൈക്കോ, അതും യഷ് തന്നെയാണ് ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു കഥ പറച്ചിലായിട്ടാണ് ഈ സിനിമ തുടങ്ങുക. പെണ്ണുകഥയുണ്ട്, അടിക്കഥയുണ്ട്, വെടിക്കഥയുണ്ട്. അങ്ങനെ ഒരു ടിപ്പിക്കൽ ഡോൺ കഥയിൽ ഏതൊരു സാധാരണ മനുഷ്യനും എഴുതി ചേർക്കാൻ പറ്റുന്ന പോലത്തെ പല കഥകളും കൂട്ടിച്ചേർത്ത് പോകുന്ന ഈ സിനിമയിൽ നമ്മുടെ നയൻതാരയുടെ നയനങ്ങൾ ഈറനണിയിക്കുന്നത് പോലത്തെ ഒരു കഥയും കൂടിയുണ്ട്. പക്ഷേ അവരുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് ബലിക്കലിൽ തലതല്ലി ചത്താലും ഒരു എക്സ്പ്രഷൻ വരില്ല എന്ന് പറയുന്ന വാശിയാണ്. അത് അവർക്ക് മാത്രമല്ല, ഈ സിനിമയിൽ ഉടനീളം ഒരുപാട് ആളുകൾക്കുള്ളതാണ്. അതിനിടയിൽ ഒരു കിയാര കഥ വരുന്നുണ്ട്. കിയാര വരുന്നൊരു പോർഷനുണ്ട്. അത്രയും ഭാഗം അവിടുത്തെ ഇമോഷൻസ്, പ്രണയം, പിന്നെ കുറച്ച് ഡയലോഗ്സ് എല്ലാം കൊണ്ടും ആ ഭാഗമൊക്കെ വളരെ രസമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഭയങ്കര രസമെന്നല്ല, ബാക്കി സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂപ്പറാണ്. അത് കഴിഞ്ഞാണ് ഈ മകൻ കഥയിലേക്ക് വരുന്നത്. മകന് കഥയൊന്നുമില്ല, പക്ഷേ ക്ലൈമാക്സ് വാസ് സംതിങ്. ഇനി പെർഫോമൻസിലേക്ക് വരാനാണെങ്കിൽ യഷ് റോക്കി ഭായി ആയിട്ട് തന്നെ വീണ്ടും തുടരുകയാണ്. ഫസ്റ്റ് ഹാഫിൽ ഈ പുള്ളിക്ക് മുടി വളരാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മുടി വളരുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പെൺകുട്ടികൾ വരുന്നു, ഒരുപാട് അടി വെടി കേസുകളൊക്കെ വരുന്നു, പുള്ളി ഡൗൺ ആയിട്ട് മാറുന്നു, വേറെ കുറേ ഇമോഷണൽ കാര്യങ്ങൾ വരുന്നു. അവസാനം മുടി വളരുന്നു, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മുടി പറ്റ വിട്ടിട്ട് മോനായിട്ട് പുള്ളി വരും. ഇതിൻ്റെ ഇടയിൽ ഈ അച്ഛൻ മകൻ ക്ലാഷിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അലറി വിളിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. വൻ കോമഡി ആയിരുന്നു. നമ്മൾ ചിരിച്ച് ചത്തുപോകും. അതായത് കൊല്ലടാ ഇല്ലടാ എന്നൊക്കെ പറയുന്ന പോലെ, ഇങ്ങനെ അല്ല കേട്ടോ ഡയലോഗ്, പക്ഷെ ചിരിച്ച് ചാവാനുള്ള സീക്വൻസുകളാണ് അതൊക്കെ. ഒരു പക്ഷേ ഈ സിനിമയുടെ OTT വന്നു കഴിഞ്ഞാൽ ഞാൻ മലയാളം ഡബ്ബാണ് കണ്ടത്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഏത് ഡബ്ബിൽ കണ്ടാലും ഡയലോഗ് ഇത് തന്നെയല്ലേ. അപ്പോൾ അത് വൻ കോമഡി ആയിരുന്നു. ഇതിൻ്റെ OTT റിലീസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സ്റ്റേറ്റസുകൾ ഭരിക്കാൻ പോകുന്നു, ഒരുപാട് ഈ വാട്സപ്പിൽ സ്റ്റിക്കർ വേൾഡ് ഭരിക്കാൻ പോകുന്ന ഒത്തിരി സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ പറയേണ്ടതാണ് എൻ്റെ സ്റ്റൈലാണ്. റോക്കി ഭായിയുടെ ഒക്കെ തന്നെ ഒന്നെങ്കിൽ തോക്കെടുക്കും അല്ലെങ്കിൽ കട്ടിലൊടിക്കും. സ്റ്റിൽ ക്ലൈമാക്സിൽ പുള്ളി നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ പ്രധാനപ്പെട്ട അഭിനേത്രിമാരിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെ, ഇപ്പോൾ നയൻതാരയെ നോക്കിയാലും രുക്മിണി വസന്തിനെ നോക്കിയാലും എനിക്ക് ചില സമയത്ത് ഇവരുടെയൊക്കെ പുരികം ത്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ആ സംഭവം പോലും ഒരേപോലെ എടുത്ത് വെച്ചിരിക്കുന്നു. ഒരേ കോസ്റ്റ്യൂം പാറ്റേൺ, ഒരേ നിപ്പ്, നടപ്പ്, ഭാവം, എക്സ്പ്രഷൻസ്, ഒരേ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരേപോലത്തെ കുറേ സ്ത്രീകൾ വേറെ വേറെ ആൾക്കാർ അഭിനയിക്കുന്നു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിലുള്ള ചേഞ്ച് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പക്ഷേ അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന 2 ആൾക്കാരെന്ന് പറയുന്ന ഒന്ന് കിയാരയാണ്, അതുപോലെ തന്നെ ഹുമ ഖുറേഷിയാണ്. ഹുമ ഖുറേഷിയുടെ ചില സമയത്ത് അവർ ഒരു കുറച്ചും കൂടി ആ പെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലത്തെ കുറച്ച് സീക്വൻസുകൾ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ് എനിക്ക് കൂട്ടത്തിൽ ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മുടെ സുദേവ് ഉണ്ട്, സുദേവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് പ്രധാന ഘടകം, ഡയലോഗ്സും ആ ഡയലോഗ് ഡെലിവറിയും. എൻ്റെ പൊന്നെ നാടകം കളിക്കുകയാണ്,
ഒരു കാര്യമില്ലാതെ ഒരാൾ ഡയലോഗ് ഇങ്ങനെ പറയുന്നു, അടുത്ത ആൾ ഇങ്ങനെ നിൽക്കുന്നു നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് വരുന്നു. ആ ഡയലോഗുകളൊക്കെ ആണെങ്കിൽ ഈ അച്ഛൻ മരിച്ചു എന്ന് പറയാം, എടാ നിൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറയുന്നതിന് പകരം ഈ സിനിമയിലാണെങ്കിൽ അത് എങ്ങനെ സംഭവിക്കുമെന്ന് അറിയോ? അമ്മയുടെ സിന്ദൂരത്തിൻ്റെ അഴക് കാണാൻ ഭാഗ്യമില്ലാത്തൊരു മകനായി നിനക്ക് മാറേണ്ടി വരും എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ പോകുന്നുണ്ട്. ചില സമയത്ത് വൻ കോമഡിയാണ് ഇതിനകത്ത്. പഞ്ച് സീൻ പോലെയൊക്കെ നിന്നിട്ട് ഇവർ സംസാരിക്കുന്ന സമയത്ത് കിയാരയും യഷും കൂടി ഉള്ളതുണ്ട്. യഷിൻ്റെ തന്നെ 2 ഭാവങ്ങളുണ്ട്. യഷും നയൻതാരയും തമ്മിലുള്ള കോൺവെർസേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോൺവെർസേഷൻസിൽ ഇവർ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ചിരി വരും. അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും മൊത്തത്തിൽ ഇവരൊരു സ്റ്റൈല് പിടിച്ച് പോയിട്ടുണ്ട്. പക്ഷേ അതൊരു 70s സ്റ്റൈലാണ്. അതായത് പഴയ സാധനങ്ങൾ അതിൻ്റെ ഒരു ബ്യൂട്ടിയിൽ ഇപ്പോഴും അവതരിപ്പിക്കുന്നവരുണ്ട്. അതേ പാറ്റേൺ രസമായിട്ട് ഗംഭീരമായിട്ട് വരുന്നതുണ്ട്. പക്ഷേ ഇതിനകത്ത് വൻ കോമഡി ആയിരുന്നു. പിന്നെ പറയേണ്ട മ്യൂസിക്കാണ്. എപ്പാർട്ട് ഫ്രം ക്ലൈമാക്സ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. രവി ബസ്രൂറാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. പുള്ളി പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വിഷ്വലിയൊക്കെ ആണെങ്കിലും ഒരു ഡിഫറൻറ്റ് സാധനം കൊണ്ടുവന്നു, ഒരു ഇമോഷൻ അവിടെ കിട്ടി എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം അവസാനത്തെ കുറച്ച് സമയം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒരു സ്ഥലത്തും രവി ബസ്രൂറിനെ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. രവി മാത്രമല്ല ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളുകളുടെ ഒന്നും നമുക്ക് എടുത്തു പറയാൻ ഒരു പാട്ട് പോലുമില്ല. പുറത്തിറങ്ങിയിട്ട് എനിക്ക് കേൾക്കണം എന്ന് ഫീൽ ചെയ്ത ഒരു ട്രാക്ക് പോലുമില്ല. പിന്നെ പറയേണ്ട വിഷ്വൽസ് ആണ്. രാജീവ് രവിയാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. വലിയ എന്താ പറയുക, വൈഡ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചില ഷോട്ടുകളൊക്കെ വൻ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ എന്തിനിത്ര എടുക്കാൻ പോയത്? ഇവിടെ നമുക്ക് ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് തമ്മിൽ ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രയധികം വിഷ്വൽസ് ഉണ്ട്. വാരി കോരി ഇട്ടിട്ട് ആ എഡിറ്റർ പണിയെടുത്തിട്ടുണ്ടാവും. ഉജ്ജ്വൽ കുൽക്കർണിയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഉജ്ജ്വലമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി എഡിറ്റ് ചെയ്ത് തീർന്നിട്ട് ഇത് ഇത്രയും സമയമുണ്ടെന്ന് പറയുമ്പോൾ എന്തുമാത്രം ക്ലിപ്പായിരിക്കും പുള്ളിയുടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ പാരാവാരം പോലെ കിടന്നതിൽ നിന്ന് പുള്ളി ഇത്രയൊക്കെ ഒതുക്കിയില്ലേ. ഞാനായിരുന്നെങ്കിൽ ഇതിലും ചെറുതാവുമായിരുന്നു കേട്ടോ. സിനിമ ഒരു മാക്സിമം പോയി ഒരു 1.5 മണിക്കൂറിനൊക്കെ നിൽക്കേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതെന്തിനാണെന്നറിയില്ല. ഇവിടെ നമ്മൾ സെറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മൾ സ്റ്റൈലിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ കഥാപാത്രത്തിൻ്റെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കൊള്ളാം എന്നാൽ എല്ലാം നിറച്ചിട്ടോ എന്ന് പറഞ്ഞ് നിറച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ അതിനകത്ത് എവിടെയെങ്കിലും നമുക്കൊരു ഫീൽ വരണ്ടേ. ഒരുപാട് ബ്ലാസ്റ്റിംഗ് സീക്വൻസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും തോന്നില്ല. വെടിവെപ്പ്, ഫൈറ്റ്, ആളുകളുടെ കൈയും തലയും ഒക്കെ വെട്ടിക്കളയുന്നത് ഒന്നും തോന്നുന്നില്ല. VFX ഒക്കെ എനിക്ക് ഇവർ ഈ പറയുന്ന ഒരു കൊട്ടിഘോഷിച്ച് വന്ന ഈ സിനിമയുടെ ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ VFX ഒക്കെ പോരാ. അതുപോലെ ചില സ്ഥലത്താണെങ്കിൽ വെച്ചിട്ട് ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് പിള്ളേർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ മേക്കപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ പാറ്റേണിൽ ഇങ്ങനെ പോകുന്നു, ഒരേ അബോധാവസ്ഥയിൽ പോകുന്നു എന്ന് പറഞ്ഞ പോലെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലും അങ്ങനെ സെറ്റുകളാണെങ്കിലും എല്ലാം വിഷ്വലി ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷേ കുറച്ച് സമയം, ക്ലൈമാക്സിൻ്റെ മൊത്തമൊന്നുമല്ല, കുറച്ച് സമയം ഒരു പെയിനും ഇമോഷനും വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഒരു സാധനം വിഷ്വലി കാണുമ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഈ KGF ശേഷം വന്ന സിനിമകളിൽ നിന്നൊക്കെ ഇങ്ങനെ കടം കൊണ്ട് മാന്തി അള്ളിപ്പറിച്ചെടുത്ത സിനിമകളിൽ കുറച്ച് സ്റ്റൈൽ കുത്തി കയറ്റാനുള്ള ശ്രമമാണ്. പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ KGF നമ്മൾ എടുത്ത് നോക്കിയാൽ അവിടെ അമ്മ എന്ന് പറയുന്നൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. ആ ഇമോഷൻ നമുക്ക് കിട്ടണം. ഇമോഷൻ കിട്ടാതെ എത്ര സ്റ്റൈൽ കുത്തി കയറ്റിയിട്ടും എത്ര വയലൻസ് കാണിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ട്രെയിനിലെ വയലൻസ്, ഇന്ത്യയിലെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള സിനിമ റിലീസാവുന്ന സമയത്ത് അതിൽ ഇമോഷൻ ഉണ്ടായിരുന്നു, ഇമ്മൻസ് ആയിട്ടുള്ളൊരു പെയിൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. ഉണ്ടായിരുന്നു പക്ഷേ ആ പെയിനെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, അതിനെ നല്ല രസമായി എടുത്തു വച്ചിരിക്കുന്ന അത്രയും ഭാഗം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സിനിമയുടെ ബാക്കി ഭാഗം മുഴുവൻ പണിയെടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേ അമ്മേ എന്ന് പറഞ്ഞ് തളർന്ന് എണീക്കും. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടിലിരുന്നൊരു പയ്യൻ അവൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, നീ എന്നാലും ടിക്കറ്റ് എടുത്ത് എന്നെ കൊണ്ടുവന്ന് പെടുത്തി കളഞ്ഞല്ലോടാന്ന്. സത്യം പറഞ്ഞാൽ ആർക്കായാലും അങ്ങനെ തോന്നിപ്പോ. ഞാനും രാവിലെ 6 മണിക്ക് എണീറ്റ് തല വെച്ചതാണ്. പിന്നെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, നമുക്കിതിൽ റവന്യൂ ഉണ്ട്. പക്ഷേ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് തിരുവോണത്തിൻ്റെ ഉറക്കം കളഞ്ഞ് ഇതുപോലെ തിയേറ്ററിൽ ചെന്നിരുന്നിട്ട് അറിയാൻ പാടില്ല. മൊത്തം നാടകമാണ്. രംഗം 16, രംഗത്ത് രായനും എലിസയും എന്ന് പറയുന്ന പോലെ ഒരു സീൻ പറയുന്നു, അപ്പോൾ ഒരു ക്യാരക്ടർ വരുന്നു, അടുത്ത ആൾ വരുന്നു. എനിക്ക് ഭയങ്കര നാടകം കളിയായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ സിനിമയല്ലേ കാണുന്നത്, അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ കുറേ സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ ചില ഡയലോഗുകൾ നല്ലതായിരുന്നു. അതിൻ്റെ അകത്ത് ചില ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നീ ഒരു ബാഡ് ആയിട്ടുള്ള ആളല്ല, നീ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളാണ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതുപോലെ കിയാരയുടെ ക്യാരക്ടർ വന്നതിന് ശേഷമാണ് ചില ഡയലോഗുകളിലൊക്കെ കുറച്ച് അർത്ഥതലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പ്രണയത്തെയും കാമത്തെയും ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടെന്നേ. പക്ഷേ അതൊന്ന് കൺസ്യൂം ചെയ്യാൻ നമ്മൾ അനുവദിക്കണ്ടേ. ബാക്കി സിനിമ കൊണ്ട് ഈ പറയാനുള്ളതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ കുറേ ഫാൻറ്റസീസും അതിൻ്റെ കൂടെ കുറച്ച് പെർസ്പെക്റ്റീവുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണി കണ്ടതെല്ലാം വാരിക്കൂട്ടിയിട്ട് കത്തിച്ചു എന്ന് പറയുന്ന പോലെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും വർക്കായില്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും വർക്കാവേണ്ടിയിരുന്ന ഫൈറ്റ് സീക്വൻസുകളും വയലൻസും എടുത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല. ഒരു വെടി, ഒരു കുത്ത്, ഒരു വെട്ട്, മൊത്തം കോമഡിയായി പോയി. ഒരു ഫീലില്ല, ഇമോഷൻ ഇല്ല. ഗയ
ഖത്തം. ടോക്സിക് എന്നെ സംബന്ധിച്ച് ഒന്നും തരാതെ പോയൊരു സിനിമയാണ്. വാട്ട് എ വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയാൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്ക് ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലൊരു സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു ഗംഭീര സിനിമയെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്നും ഒന്നുമല്ല, ഉണ്ണി വളരെ സോഫ്റ്റായാണ് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് എന്നും തോന്നിയേക്കാം. അതെന്ത് തന്നെയാണെങ്കിലും അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻസും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയും തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.